എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലാറ്ററൽ എൻട്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോളിടെക്നിക് റെഗുലർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ഇന്നാണ് ഈ ഒരു അപേക്ഷയുടെ, അതായത് റെഗുലർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ഇന്നാണ് അടക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്ന് ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ഈ ഒരു നാളെയുമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ട്രയൽ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ഇവിടെ ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവയോടൊപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറക്ഷൻസോ മറ്റ് കാര്യങ്ങളോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അതിനുള്ള അവസരം, അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്പീൽ ആൻഡ് കറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് എന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 14-ാം തീയതി വരെയാണ് അതിനുള്ള അവസരം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂൺ 18-നും അതുപോലെ തന്നെ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ, അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ആ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്മിഷനാണ്. അപ്പോൾ നിങ്ങൾ പോളിടെക്നിക്കിൽ പോയിട്ട് അതിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അലോട്ട്മെൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് അത് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഈ ഒരു ജൂൺ 25 മുതൽ ജൂൺ 29 വരെയും, അഡ്മിഷൻ അവസാനിക്കുന്നത് ഈ ഒരു അതായത് സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡേറ്റൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഥവാ ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിനുള്ള അഡ്മിഷൻ നേടാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.